ഓണമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കൊരു ശർക്കര വരട്ടി ഉണ്ടാക്കിയാലോ? തോരൻ വെക്കാൻ വാങ്ങിച്ച ഏത്തയ്ക്കായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ ഓർത്തു ഒരു ശർക്കര വരട്ടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഏത്തയ്ക്കയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കുറച്ച് നേരം മഞ്ഞപ്പൊടി ഇട്ട് വെച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അതവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരി വറുത്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഡ്ഡലി റൈസാണ് എടുത്തേക്കുന്നത്. ഏതരിയായാലും കുഴപ്പമില്ല. അത് നല്ല ബ്രൗൺ നിറമാവുമ്പോഴേക്കും ഒരു പൊട്ടി വരുന്ന പരുവില്ലേ, അതാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയം 2 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ദാ ഇപ്പം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അരമണിക്കൂറിന് ശേഷം നമ്മളിങ്ങനെ ഏത്തയ്ക്ക എടുത്തിട്ട് ഒരു തുണി കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കണം. ഇതിന് ഒട്ടും വെള്ളം തന്നെ ഇല്ലാതെ വേണം ഇതൊന്ന് തുടച്ചെടുക്കാനായിട്ട്. ഇതുപോലെ എടുത്തു കൊടുത്ത ശേഷം നടുവേ മുറിച്ചു കൊടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ശർക്കര വരട്ടിക്കൊക്കെ എടുക്കുന്ന ഒരു പരുവയില്ലേ, ആ പരുവത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവരുത്. കട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊന്നും വേവത്തില്ല. അതുകൊണ്ട് ദേ ഈ ഒരു പരുവത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എല്ലാം ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കണം. ഇപ്പം നമ്മൾ ഏത്തയ്ക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഏത്തയ്ക്ക ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾവശം ഒന്നും വേവത്തില്ല. ഇപ്പം നമ്മുടെ ഏത്തയ്ക്ക ഇവിടെ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഫ്രൈ ആയതിൻ്റെ നല്ല സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട, നമുക്കിത് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഏത്തയ്ക്കയെല്ലാം വറുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ വേറൊരു പാനിലേക്ക് 150 ഗ്രാം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് ഏകദേശം ഒരു നൂൽപ്പരുവം ആവത്തില്ലേ, ആ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര എല്ലാം നന്നായിട്ട് വഴറ്റി വരത്തില്ലേ, നന്നായിട്ട് വരണ്ട് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ശർക്കര ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയും ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ച സമയത്ത് 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാനിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പരുവാവത്തില്ലേ, ആ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പച്ചരി പൊടിച്ചു വെച്ചിട്ടില്ലായിരുന്നോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. കാരണം ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിത് എത്ര പാകം വേണം എന്നറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരിയല്ലേ എടുത്തിരുന്നത്, അത് ഇതിന് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാ ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പച്ചരി പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചുക്കിൻ്റെ പൊടി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര വരട്ടിക്ക് എപ്പോഴും ചുക്കിൻ്റെ പൊടിയാണല്ലോ മുമ്പിട്ട് നിൽക്കുന്നത്. ഇതാ ഇപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇത് ഇരിക്കും തോറും ഇതിൻ്റെ അകത്തിരുന്ന് ഒന്നും കൂടെ കട്ടിയായി പോകും. ഇതാ ഇത് ഒട്ടും തന്നെ ഒട്ടിയിട്ടില്ല, എല്ലാം ഇങ്ങനെ വേറിട്ട് തന്നെ കിടക്കുവാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.